അതാണ് കൃപാസന മാതാവ് എൻ്റെ വലത് സൈഡിലൂടെ സ്പീഡിന് അമ്മ വളരെ തിരക്കായിരുന്നു. ഇത് തന്നെയായിരുന്നു അമ്മയുടെ വസ്ത്രം. അമ്മ വളരെ തിരക്കായിരുന്നു. എൻ്റെ മകളുടെ വലത് സൈഡിന് എൻ്റെ നേരെ മുന്നിലായിട്ട് എൻ്റെ മകളുടെ വലത് സൈഡിൽ വന്ന് നിന്നു. ഞാൻ പറഞ്ഞു, മകളുടെ പേര് അച്ചു എന്നാണ് വിളിക്കണത്. ഞാൻ പറഞ്ഞു, അച്ചു അമ്മ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ചു പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു അമ്മ വന്നു എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ദാ ഞാനിപ്പോൾ വരാം, പ്രശ്നം സോൾവ് ആക്കിയിട്ട് ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു, ഈ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസറുടെ ക്യാബിനകത്തേക്ക് സ്പീഡിന് കയറിപ്പോയി. ഞാൻ ആദം കെയർ ഓഫ് ശരവണൻ. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഞാൻ 2 വർഷം മുമ്പ് ഉടമ്പടി എടുത്തിരുന്നതാണ്. അന്ന് ഈ ഉടമ്പടിക്ക് ശേഷവും മുൻപും ഞാൻ ആരായിരുന്നു എന്ന് ഞാനിങ്ങനെ പലപ്പോഴും അനലൈസ് ചെയ്യാറുണ്ട്. ഉടമ്പടിക്ക് മുമ്പ് ദൈവം എന്താണ് എന്നറിയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ മുന്നോട്ട് പോയി. ഇതുപോലെ ഈ അൾത്താരയുടെ മുന്നിൽ നിങ്ങൾ ഇരിക്കുന്നത് പോലെ വന്നിരുന്ന് ഞങ്ങൾക്ക് പുതിയതായി എന്ത് ആകാൻ കഴിയുമെന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ. അന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി പാലിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് 3 കേസുകളുണ്ടായിരുന്നു മെയിനായിട്ട്. അത് അച്ഛൻ ഇവിടെ അൽത്താരയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 14 വർഷമുള്ള കേസ്, 9 വർഷമുള്ള കേസ്, 3 വർഷമുള്ള കേസ്. ഞാനൊരു പൊതുപ്രവർത്തനോട് ദേശീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ പൊതുകാര്യങ്ങളിൽ പെട്ടെന്ന് ഇടപെട്ടെന്ന് പറഞ്ഞാൽ വെറുതെ അഭിപ്രായം പറഞ്ഞാൽ മതി അപ്പം കേസാണ്. അച്ഛനോട് പറഞ്ഞിരുന്നു, ഞാൻ തൊട്ട കേസാണ്. ഞാൻ വെറുതെ ഒന്ന് ഇപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും സമയം എത്രയായെന്ന് ചോദിച്ചാൽ ഉടനെ കേസാണ്. അത് സമയം ചോദിച്ചാൽ മതി, കേസായിപ്പോവും. അവർ പറയണത് ഇന്നാൾ എന്നോട് സമയം ചോദിച്ച ടൂൺ ശരിയായില്ല, എന്തെങ്കിലും പറഞ്ഞ് കേസാവും. അങ്ങനെ 3 കേസ് കഴിഞ്ഞു. അടുത്തടുത്ത് തന്നെ ആ കേസുകളെല്ലാം സോൾവായി. കുറേ നാളുകൾക്ക് ശേഷം ആത്മാഭിമാനത്തോടെ കൃപാസന മാതാവിൻ്റെ ഈ അൽത്താരയിൽ ഞാൻ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പുതിയ ഉടമ്പടിയാണ് ഇപ്പോൾ എടുത്തത്. കാരണം ഞാൻ പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ഉടമ്പടിയാണ് ഞാൻ എടുത്തത്. അത് ഞാനിവിടെ ഒന്ന് രാവിലെ കുർബാന കൂടി ആലോചിച്ച കാര്യമാണ്. ഈ കൃപാസനത്തിലെ തൂണുകൾ തന്നെ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണെന്നറിയാം. നമ്മൾ ഈ കൃപാസനത്തിലെ തൂണുകളില്ലേ, ഈ എണ്ണാൻ കഴിയുന്ന തൂണുകൾ, ഇവരെത്ര അനുഗ്രഹിക്കപ്പെട്ടതാണെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ കൃപാസനം എന്തെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോഴേ, നമ്മൾ അതിലൂടെ അമ്മയിലൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴേ അറിയാവും. കഴിഞ്ഞ ഒരു മാസമായി ഞാനൊരു 2-3 കേസുകളുടെ പുറകെയാണ്. ഒന്ന്, എൻ്റെ മൂത്ത മോള് +2 പഠിക്കുക, രണ്ടാമത്തെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുക. മൂത്ത മോള് കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിപ്പോയി, ഫുൾ A+ വാങ്ങി. അച്ഛൻ പറഞ്ഞിരുന്നു മാർക്ക് കിട്ടും, അവൾ ഇച്ചിരി ഉഴപ്പിയെങ്കിലും കിട്ടി. രണ്ടാമത്തെ ആൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ. അപ്പോൾ സ്കൂളിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, ആ കഥ ചുരുക്കി പറയുക, സ്കൂളിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ടീച്ചേഴ്സ് എൻ്റെ കുട്ടിയെ നന്നായി പഠിപ്പിക്കണം, കുട്ടികളെ നന്നായി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിന് അവരെനിക്കെതിരെ കേസ് കൊടുത്തു. മകളെ ആ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും കൂടി കളിയാക്കി. അതായത് ആ കുട്ടിയുടെ അച്ഛൻ പഠിപ്പിക്കാൻ പറയുന്നു, അധ്യാപകർ നന്നായി പഠിപ്പിക്കാൻ പറയുന്നു, അദ്ദേഹം എന്താ ഡിക്ഷണറി ആണോ എന്ന് പറഞ്ഞ് എൻ്റെ മോളെ കളിയാക്കി. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ സ്കൂളിന് വെളിയിൽ വെച്ച് എൻ്റെ മകളുടെ ഈ മുഖത്തടിച്ചു. ഇതാണ് കേസ്. അപ്പോൾ ഈ മുഖത്തിങ്ങനെ അടിച്ചപ്പോൾ മോൾ ഇത് കൊണ്ടുകൊണ്ടിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, കുട്ടികളല്ലേ, ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, ക്ഷമിക്കാമെന്ന് പറഞ്ഞു. കൊച്ചു കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ മാപ്പ് കൊടുത്തു. അത് കയറി കേസായി. അപ്പം മാപ്പ് കൊടുത്താലും കേസ്. അപ്പോൾ എന്തുകൊണ്ട് ഈ കേസായി ഉള്ളതെന്ന് പറഞ്ഞാൽ, കുറേ ദിവസം ഇതിങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മോളെ ഡെയിലി പോയി സ്കൂളിൽ കൊണ്ടാക്കാനും ഞാൻ നാട്ടിലുള്ളപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ പരിപാടികളുമായിട്ട് ഡൽഹിയിലാണ്, ഇപ്പോൾ കൂടുതലും ഡൽഹിയിലാണ്. അപ്പോൾ ഈ നാട്ടിൽ വരുന്ന സമയത്ത് മോളെ കൊണ്ടാക്കുക, വിളിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ പ്രേക്ഷിത വേല. ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞു, കൃപാസനത്തിൻ്റെ പത്രം ഡൽഹിയിൽ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ അമ്മയെ അറിയിക്കുക. അമ്മയെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. നമ്മൾ ആ ഡൽഹി എന്നൊക്കെ പറയുമ്പം പേര് കേട്ട കിടിലം കൊള്ളുമെങ്കിലും പ്രശ്നങ്ങളുള്ളവരുണ്ട്.
അവർക്ക് ആ പത്രം കിട്ടണം. ഞാൻ പോകുമ്പോൾ ഹിന്ദി പത്രമാണ് വാങ്ങിക്കൊണ്ട് പോകാൻ പോണത്. കാരണം എന്ന് പറഞ്ഞാൽ അത് അവർ വായിക്കണം, അമ്മയെ അറിയണം. കേരളത്തിൽ തന്നെ 3.5-4 കോടി ജനങ്ങളുണ്ട്. ഇവിടെ തന്നെ 10 ലക്ഷം പേരെ കൃപാസനത്തിൽ എത്തിയിട്ടുള്ളൂ. ബാക്കി ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആളുകളുണ്ട്. അമ്മയെ അറിയാനുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ അപ്പോൾ ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ഈ മകളുടെ മുഖത്തടിച്ച പയ്യനെ കണ്ടു. ഞാൻ പറഞ്ഞു, മോനെ ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ കൂട്ടുകാരാണ്, സ്നേഹത്തോടെ പോകണമെന്ന് പറഞ്ഞതിന് കേസായി. അവർ കേസ് കൊടുത്തു. ഈ പയ്യനെ ഞാൻ വിരട്ടി എടുത്തിട്ട് ഇടിച്ചു എന്നും പറഞ്ഞാണ് കേസ്. ഈ ഇടിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാമറ ഇരിപ്പുണ്ട്, CCTV ക്യാമറ വച്ചിട്ടാണ് അവർ ഇടിച്ചു എന്ന് പറഞ്ഞത്. നേരെ പോലീസിൽ കേസ് കൊടുത്തു. ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പാലോട് പോലീസ് സ്റ്റേഷനാണ്. പോലീസിൽ കേസ് കൊടുത്തു. കേസായി. സ്റ്റേഷനിൽ നിന്ന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, ഇന്നയാളല്ലേ? ഞാൻ പറഞ്ഞു, അതെ. അത് നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഒരു പയ്യനെ ഇടിച്ച് ഊപ്പാട് വരുത്തിയതിന് പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, ആണോ? ഇടിച്ച് നിരത്തി. ശരി, ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. സ്റ്റേഷനിലേക്ക് വന്ന് ചെന്നപ്പോൾ അപ്പോൾ എൻ്റെ മകളെ അടിച്ചതിന് ഞാൻ കേസ് കൊടുത്തില്ല. കാരണം അമ്മ ക്ഷമിക്കാനാണ് പറഞ്ഞിരിക്കണത്. ഭൂമിയോളം ക്ഷമിച്ചോ, ഞാൻ കൂടെ നിൽക്കുകയല്ല, നിങ്ങൾ എന്തിനു പേടിക്കണത്? ഒന്നും പേടിക്കണ്ട, കേസോ എന്തോ പരിഹരിക്കാൻ പറ്റുമെന്ന് ഈ വെറുതെ പുറകിൽ നിൽക്കുകയല്ല അമ്മ. എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് 3 കേസിൽ ഞാനിവിടെ പറയാൻ വന്നത്. ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടിയുള്ള സാക്ഷ്യമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ മകൾക്കെതിരെയുള്ള കേസ് ഞാൻ കൊടുക്കാൻ പോയില്ല, പക്ഷേ എനിക്കെതിരെ അവർ കേസ് കൊടുത്തു. എങ്ങനെയെന്നറിയാമോ? അന്ന് അവിടെ ചെന്നപ്പോൾ ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ ഹിന്ദിയുടെ അർത്ഥം മക്കൾക്ക് പറഞ്ഞ് നേരെ എൻ്റെ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഒന്ന് ഹിന്ദിയുടെ അർത്ഥം കൂടി പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതിനാണ് കേസ്. അപ്പോൾ അവർ പറഞ്ഞു ടീച്ചറെ കൈകാര്യം ചെയ്തു. ടീച്ചറെ സ്കൂളിൽ കയറി ഞാൻ അടിച്ചു എന്ന് കേസായി. അപ്പോൾ ഒരു സ്ത്രീയെ തല്ലിയതാണ്, കേസ് എവിടെ പോവും? ഒരു സ്ത്രീ വെറുതെ പറഞ്ഞാൽ മതി അടിച്ചു എന്ന്. അപ്പോൾ ആ നിലയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് കേസായി. സ്റ്റേഷനിലേക്ക് SIയെ കൊണ്ട് വിളിപ്പിച്ചു. ഈ ടീച്ചർ വരുന്നതിന് മുമ്പ് ഈ പയ്യനും ഈ എൻ്റെ മകളുടെ മുഖത്തടിച്ച പയ്യനും അവൻ്റെ അമ്മയും കൂടി വന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, അമ്മ ഇതെന്തോ ഇത്, സുഖമാണോ എന്ന് ചോദിച്ച കേസ്, സമയം എത്ര ആയെന്ന് ചോദിച്ച കേസ്. ഞാനിപ്പോൾ വാച്ച് ഊരി വെച്ചിരിക്കുക, കാരണം കൈ വെയിറ്റാണ്ട്. കാരണം ഞാനിപ്പോൾ വാച്ച് സ്വയം കെട്ടിക്കൊണ്ട് കിടക്കുക. എന്താ സ്വയം വാച്ചിൽ നോക്കിയാൽ മതിയല്ലോ, സമയം ആരുടെങ്കിലും ചോദിച്ചാൽ കേസാണ്, മൊത്തം കേസാണ്. അപ്പോൾ തൊട്ട കേസായതുകൊണ്ട് ഞാനിങ്ങനെ ആകെ ഭയന്നിട്ട് ഞാൻ കാശ് രൂപ ഇങ്ങനെ ഇട്ടിരിക്കുക. കാശ് രൂപ എടുത്ത് ഇങ്ങനെ ചുണ്ടിനിടയ്ക്കോട്ട് വച്ചിട്ട് എനിക്ക് വൈബ്രേഷനായി. കാരണം നമ്മൾ പലരുടെയും കേസുകൾ പരിഹരിക്കാൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. പ്രതിയായിട്ട് നമ്മൾ സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ സങ്കടം മനസ്സിലാവും. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുന്ന ആളുകളല്ല, വളരെ വിശുദ്ധിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പം ഞാൻ നമ്മുടെ കാശ് രൂപ എടുത്ത് ഇങ്ങനെ മുത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക, ചുണ്ടുകൊണ്ടിങ്ങനെ കടിച്ച് അമ്മയോട് കാര്യം പറയാം, അമ്മ ഇവിടെ ഒന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ പയ്യനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് പോയാലും ഒരു കുട്ടിയെ സ്കൂളിൽ കയറി അടിച്ചെന്നാ. പയ്യനെ അടിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, സ്കൂളിനകത്ത് കയറി അടിച്ചു എന്നാ കേസ്. ടീച്ചറെ അടിച്ചു എന്നാ, അത് പുറകെ വരുന്നുണ്ട് അടുത്ത കേസ്. ആകെ വിഷയമായി. അപ്പം അമ്മ പറഞ്ഞു, അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇവിടെ ഒന്ന് പരിഹരിക്കണം, പുതിയ SI ഒക്കെ പുതിയതാണ്, പക്ഷേ പയ്യന്മാർ ചെറുപ്പക്കാർ SIമാർ പ്രശ്നം പെട്ടെന്ന് കേസ് അങ്ങ് ചാർജ് ചെയ്ത്, വേറെ കാര്യമൊന്നുമില്ല, സ്റ്റേഷൻ ജാമ്യമൊന്നുമില്ല, ഇപ്പം പിടിച്ച് റിമാൻഡാ. അപ്പം ഞാൻ മനസ്സിൽ കരുതി അകത്ത് പോവുമോ, ആകെ സങ്കടത്തിലായി. അങ്ങനെ പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കേട്ടോ, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ള നിങ്ങൾ ആരും പിടിച്ച് അകത്തിടുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. ക്യാൻസർ പോലും പേടിക്കുവാ കൃപാസന മാതാവിന്, പിന്നെയാണ് ഒരു സാധാ SI. അപ്പോൾ ആ നിലയിൽ ഞാൻ ധൈര്യത്തോടു കൂടി നിൽക്കുക. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ പ്രശ്നം സോൾവ് ആക്കണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ SI എൻ്റെ കേട്ടു, ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു. അമ്മ പറഞ്ഞു, സിമ്പിളായിട്ട് തോനെ അധികം SIയോട് സംസാരിക്കാൻ നിൽക്കരുത്. അമ്മ സിമ്പിളായിട്ട് എൻ്റെ അടുത്ത് പറയുക. അമ്മ പറഞ്ഞു, ഈ CCTV. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അവിടെ CCTV ഉണ്ട്, പരിശോധിച്ചിട്ട് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ സാർ എന്നെ പിടിച്ച് ശിക്ഷിച്ചോ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി കളിയങ്ങ് മാറി, പ്രശ്നമില്ല. അപ്പോൾ പറഞ്ഞു CCTV ഞാൻ ഇപ്പോൾ പരിശോധിക്കട്ടെ, സാറിനെ വിളിക്കട്ടെ. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, അടിച്ചു എന്ന് പറഞ്ഞ പയ്യനങ്ങ് നൈസിലങ്ങ് മാറി. അവൻ്റെ അമ്മ പറഞ്ഞു, അത് സാറാണ് പറഞ്ഞത് അടിച്ചതെന്ന്. അപ്പോൾ അടി കൊണ്ട് നിങ്ങളെ മകനല്ലേ എന്ന് ചോദിച്ചപ്പോൾ മകൻ അടി കൊണ്ടു, പക്ഷേ എന്ത് ചെയ്യാൻ, മകൻ അടി കൊണ്ടു എന്ന് മകൻ പറയുന്നു, സാറന്മാർ പറഞ്ഞിട്ടാണ് അടിച്ചതെന്ന് അമ്മ പറയുന്നു. കേസ് കൊണ്ടങ്ങ് മാറി. അപ്പോൾ കൃപാസന മാതാവ്, ഞാനപ്പോൾ നല്ല ഫീലിങ്സ് മനസ്സിലാക്കിയതാ. അമ്മ വന്ന് നൈസിൽ കറങ്ങി ഇപ്പുറത്ത് വന്നിട്ട് SIയുടെ സൈഡിലൂടെ വന്നിട്ട്
എസ് ഐയുടെ വലത് സൈഡിൽ നിന്നിട്ട് എസ് ഐയുടെ ഇടത് സൈഡിൽ നിന്നിട്ട് അമ്മ സംസാരിക്കുക. തിരിച്ച് കറക്റ്റായിട്ട് ചോദിച്ചു, അനാവശ്യമായിട്ടുള്ള പരാതി ആർക്കെങ്കിലും നിങ്ങൾ കൊടുത്ത പരാതി വ്യാജമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കൂ എന്ന് ആ പയ്യനെ അമ്മയും പിടിച്ച് വിരട്ടി. അമ്മ വിരട്ടിച്ചതാ. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ ഈ കേസിൽ സക്സസ് ആയി. പക്ഷേ വേറൊരു പ്രശ്നം കൂടി അതിൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു. ടീച്ചറെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കേസ് അതിൻ്റെ പുറകെ വരുന്നു. അതിൽ വെറും ഭീഷണിയല്ല, PTA കമ്മിറ്റി 21 അംഗ PTA കമ്മിറ്റികൾ എല്ലാവരും കൂടി മാസമായിട്ട് പെറ്റീഷൻ തയ്യാറാക്കി വച്ചിരിക്കുക. എന്തിനാ? അവിടുത്തെ ടീച്ചറെ അടിച്ചു എന്നുള്ള കേസിൽ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ കേസ് സോൾവായി ഞാൻ വീട്ടിലിരിക്കുമ്പോൾ കാണാം സ്റ്റേഷനിൽ നിന്ന് വീണ്ടും കോൾ വരുന്നു, നിങ്ങൾക്കെതിരെ സ്കൂളിലെ PTA മാസമായിട്ട് എന്ത് കൊടുത്തിരിക്കുന്നു? പരാതി കൊടുത്തിരിക്കുന്നു, സ്റ്റേഷൻ വരെ വരണം. അപ്പോൾ ഞാനങ്ങ് ടെൻഷനായി. ടീച്ചറെ ഒരു സ്ത്രീയാണ് അടിച്ചിരിക്കുന്നത് എന്ന് പരാതി കൊടുത്തിരിക്കുന്നത്, ആകെ വിഷയമാണല്ലോ, വെറുതെ പറഞ്ഞാലും മതി, കേസാണല്ലോ. അമ്മേ എന്ത് ചെയ്യട്ടെ, ആകെ ടെൻഷനാണല്ലോ, ഒന്നിനു പുറകെ കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആകെ ടെൻഷനായി. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതിനകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ കേസിന് പോകുന്നതിൻ്റെ തലേ ദിവസം ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധ്യാനം ഞാൻ ഉഴപ്പിയാണ് കേൾക്കുന്നത്. ഉഴപ്പെന്നല്ല, എനിക്ക് സമയം കിട്ടുന്നത് പോലെ ധ്യാനം ഒരു 15-20 മിനിറ്റ് കണ്ടിട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് പിന്നും കേട്ടിട്ട് അങ്ങനെ കേൾക്കണേ. എൻ്റെ മനസ്സിൽ പറഞ്ഞു, അച്ഛൻ്റെ ഈ ധ്യാനം എന്ന് മനസ്സിൽ ഇങ്ങനെ വരുവാ. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? കേസ് പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരിക്കുക. ഞാൻ അച്ഛൻ്റെ ധ്യാനം 2.25 മണിക്കൂർ. അന്ന് എനിക്ക് തോന്നുന്നു ആ ധ്യാനം ഇച്ചിരി കൂടി നീളമുള്ള ഡെപ്തുള്ള ഒരു ധ്യാനമായിരുന്നു. ഞാനൊരു 2.25 മണിക്കൂറത്തെ ധ്യാനം കൊണ്ട് ഞാൻ ഫുള്ള് ഒരുമിച്ചങ്ങ് കേട്ടു. അപ്പം ധ്യാനം കൂടിയാലുള്ള പവർ, ധ്യാനത്തിലൂടെ കൃപാസന മാതാവ് അച്ഛനിലൂടെ സംസാരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. വെറുതെ അല്ല ധ്യാനം എന്ന്. അതിനർത്ഥം ധ്യാനം കൂടുക. എല്ലാ ചൊവ്വാഴ്ചകളിലും വരുന്ന ധ്യാനം 2 മണിക്കൂറത്തെ ധ്യാനം നിങ്ങൾ കൂടിയാൽ പട്ടാളം, പോലീസ്, ഫയർഫോഴ്സ്, നേവി, CRPF, ഏത് വർഗമോ ആയിക്കോട്ടെ, ഇനി പ്രധാനമന്ത്രിയുടെ സുപ്രീം കോടതി മുതൽ ഇങ്ങോട്ടുള്ള ഏത് പ്രശ്നവും ആയിക്കോട്ടെ, സോൾവ് ആക്കാൻ അച്ഛൻ്റെ ഒരു ധ്യാനം മതിയെന്ന് ഞാൻ പഠിച്ചു. ഉടനെ എൻ്റെ അടുത്ത് മനസ്സിൽ പറഞ്ഞു. ഉടനെ ഒരാൾ ഇങ്ങനെ വിളിക്കുക എന്നെ. അപ്പം ഞാൻ അദ്ദേഹത്തോട് സങ്കടം പറഞ്ഞു. ഞാനിങ്ങനെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഐഡിയ വരണത്. DEOയ്ക്ക് പരാതി കൊടുക്കാം മുകളിലേക്ക്. അതായത് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരിക്കുന്നു, വനിതാ ടീച്ചറെ ആക്രമിച്ചിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ കേസാകെ കുഴഞ്ഞിരിക്കുന്നു. ഈ സമയത്തേക്കും രക്ഷപ്പെടാനൊരു മാർഗം എന്താ? DEOയ്ക്ക് ഞാൻ പരാതി കൊടുത്തു. DEOയ്ക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഞാൻ പരാതി കൊടുത്തു. എന്താണ്? എൻ്റെ മകളെ നന്നായി പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചർ എനിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പരാതി കൊടുക്കാൻ കൃപാസന മാതാവ് എന്നെക്കൊണ്ട് പരാതി കൊടുപ്പിച്ചു. അങ്ങനെ ബുദ്ധിപൂർവ്വം അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി പരാതി കൊടുത്തു. ഞാൻ DO ഓഫീസിൽ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കഴിഞ്ഞ ഒരേ മാസമായിട്ട് ഞാൻ അനുഭവിച്ച ടെൻഷനാണ്. നിങ്ങളൊരു കേസിൽ പെട്ട് നോക്കണം, അപ്പം മനസ്സിലാവും. റെക്കമെൻഡ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ പെട്ടത് തന്നെ നേരെ കൊണ്ടുപോയി റിമാൻഡ് ചെയ്ത് ജീപ്പിൻ്റെ ബാക്കിലിരുത്തി കൊണ്ടങ്ങ് പോവുക. ആ നിലയിലേക്ക് ഞാനങ്ങനെ കഷ്ടപ്പെട്ട് ടെൻഷനായി നിർത്തപ്പോൾ ഞങ്ങളിങ്ങനെ, അപ്പോൾ ഹിയറിങ്ങിന് വിളിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഹിയറിങ്ങിന് വിളിച്ചു ഞങ്ങളെ. ആരെയൊക്കെ വിളിച്ചു? ഞാൻ പരാതി കൊടുത്തത് ഈ ടീച്ചറെ, HMനെ, 2 അധ്യാപകരെ വെച്ചിട്ട് എൻ്റെ മകളെ നന്നായി പഠിപ്പിക്കുന്നില്ല, അത് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകളെ ഭീഷണിപ്പെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള പരാതി ആണ് അവിടെ കൊടുത്തിരുന്നത്. ഹിയറിങ്ങിന് വിളിപ്പിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ HMനെ വിളിച്ച് സംസാരിച്ചു. HM ഒരു വീഴ്ത്തി വഴങ്ങുന്നില്ല, കേസെടുത്തേ പറ്റൂ. രണ്ടാമത്തെ ആൾ ഒരു ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ, അവരെ വിളിപ്പിച്ചു, അവർ വഴങ്ങുന്നില്ല. മൂന്നാമത്തെ ആൾ വിനോദ് സാറെന്ന് പറഞ്ഞൊരു സാറിനെ വിളിപ്പിച്ചു, അവർ വഴങ്ങുന്നില്ല. അങ്ങനെ 3-4 സാറന്മാരെക്കുറിച്ച് അവരിങ്ങനെ നിൽക്കുക പരാതിയായിട്ട്. അപ്പോഴേക്കാണ് ഇവിടുത്തെ കൃപാസനത്തിൻ്റെ ലൈവ് നടക്കുക. അപ്പം ഞാനും പരാതിക്കാരിയായി എൻ്റെ മോളും കൂടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ക്യാബിൻ്റെ ഫ്രണ്ടിൽ മേശയുടെ അവിടെ അപ്പുറം ഇപ്പുറമായിട്ടിരിക്കുക. എൻ്റെ വലസേനായിട്ട് മകളിരിപ്പുണ്ട്. ഉടനെ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളിങ്ങനെ ഈ കൃപാസനത്തിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഉടമ്പടി എടുക്കുന്നുണ്ട്, പുതുക്കുന്നുണ്ട്, ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മയുടെ പാട്ട്, അമ്മയുടെ പാദത്തിനടിയിൽ ചന്ദ്രൻ, അമ്മ ധരിച്ചിരിക്കുന്നത് സൂര്യനെ
ആ വസ്ത്രമായിട്ട് അമ്മ ധരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഉടനെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ വലത് സൈഡിലൂടെ ഒരു കാറ്റടിച്ചു. ഞാൻ റിയലി കണ്ടതാണ്. കൃപാസന മാതാവ് എൻ്റെ വലത് സൈഡിലൂടെ സ്പീഡിന് അമ്മ വളരെ തിരക്കായിരുന്നു. ഇത് തന്നെയായിരുന്നു അമ്മയുടെ വസ്ത്രം. അമ്മ വളരെ തിരക്കായിരുന്നു. എൻ്റെ മകളുടെ വലത് സൈഡിന് എൻ്റെ നേരെ മുന്നിലായിട്ട് എൻ്റെ മകളുടെ വലത് സൈഡിൽ വന്ന് നിന്നു. ഞാൻ പറഞ്ഞു, മകളുടെ പേര് അച്ചു എന്നാണ് വിളിക്കണത്. ഞാൻ പറഞ്ഞു, അച്ചു അമ്മ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ചു പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു അമ്മ വന്നു എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ദാ ഞാനിപ്പോൾ വരാം, പ്രശ്നം സോൾവ് ആക്കിയിട്ട് ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു, ഈ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസറുടെ ക്യാബിനകത്തേക്ക് സ്പീഡിന് കയറിപ്പോയി. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അമ്മ കയറിപ്പോയി. അപ്പോൾ ഹിയറിംഗ് നടക്കുമ്പോൾ വിദ്യാഭ്യാസ ഓഫീസറുടെ മുറിയിലേക്ക് ഞങ്ങൾക്ക് മറ്റാർക്കും കയറി ചെന്നുകൂടെ, തെറ്റാണ്. ഈ ചോദ്യം ചെയ്യുന്ന ആളുകൾ മാത്രമേ കയറി ചെല്ലാവൂ. ഞാനിങ്ങനെ അപ്പോൾ അമ്മ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അകത്ത് നിന്ന് എന്നെ വിളിക്കുവാണ്. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് എനിക്ക് നോക്കാനുള്ള ശക്തിയില്ല. എന്നിട്ട് കൂടി അമ്മ എന്നെ വിളിക്കുന്നുണ്ട്, കയറി വാ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ മകളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ കയറി. ഈ ചെറിയ 2 ഡോറുകളാണ്. ഞാൻ ഡോറ് തുറന്നിട്ട് അകത്തേക്ക് കയറിയതും അവരിങ്ങനെ ഹിയറിംഗ് നടക്കുന്നിടത്ത് പുറത്തുനിന്ന് ആർക്കും കയറിക്കൂടാ, അതറിയാമെന്ന് വച്ചുകൊണ്ട് തന്നെ എന്നെ അമ്മ കയറി ചെല്ലാൻ പറഞ്ഞതിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ കയറി ചെന്നത്. അപ്പോൾ HM ഈ അധ്യാപകർ എല്ലാവരും നിരന്നിരിക്കവേ നടുക്കുള്ള കസേരയിൽ വിദ്യാഭ്യാസ ഓഫീസർ എന്നെ പറഞ്ഞു, കയറി വാ, നിങ്ങൾ അവർ ബഹുമാനം തന്നിട്ട് സാറെന്ന് തന്നെയാണ് വിളിച്ചത് കേട്ടോ. പക്ഷേ കേസെടുക്കുമ്പോഴും സാറെന്ന് വിളിച്ചിട്ടായിരിക്കും അകത്ത് പിടിച്ചിട്ടുന്നത്. സ്നേഹത്തോട് ആര് എന്ത് വിളിച്ചിരുന്നാലും അമ്മ കൂടെ ഇല്ലെങ്കിൽ പെട്ടത് തന്നെ. അപ്പോൾ അവർ കയറി വരണം സാറേ എന്ന് പറഞ്ഞ് എനിക്ക് കസേര ഇട്ടിയൊന്ന് ഞാനിരുന്നു. പക്ഷേ ഇവരെല്ലാം സ്ട്രോങ് ആയിട്ട് എനിക്കെതിരെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഞാൻ കണ്ടതാണ്, ആ വിദ്യാഭ്യാസ ഡയറക്ടറുടെ വലതു ഭാഗത്ത് സ്റ്റേഷനിൽ ഇടതു ഭാഗത്ത് നിന്ന് ഇവിടെ വലതു ഭാഗത്ത് നിന്നിട്ട് അമ്മ അവരോട് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞ് എന്തെങ്കിലും പറയാനുണ്ടോ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഇവർ എനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണ്, ഈ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ഞാൻ 2 വാചകം പറഞ്ഞപ്പോഴേക്കും കാര്യങ്ങളുടെ ഗതിയങ്ങ് മാറി. പിന്നെ എനിക്കെതിരെ പരാതി കൊടുക്കാൻ നിന്ന HM എൻ്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യണം. HMന് കോംപ്രമൈസ് ചെയ്യണം. അമ്മ നന്നായി ഇവിടെ വർക്ക് ചെയ്തു. അമ്മ 2 സെക്കൻഡ് കൊണ്ട് അമ്മ ധൃതിയിലായിരുന്നു. അതായത് കൃപാസനത്തിലെ തിരക്ക് തന്നെ അമ്മക്കറിയാം. ഞാൻ മനസ്സിൽ ചിന്തിച്ചതാ, കൃപാസനത്തിൻ്റെ ഓൺലൈൻ ഫേസ്ബുക്കിലുള്ള ലൈവ് ഉടമ്പടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഈ സംഭവം ഉണ്ടായത്. അപ്പം അമ്മ അത്രയും തിരക്കുണ്ടായിട്ട് കൂടിയും ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് അമ്മ ഓടി തിരുവനന്തപുരത്ത് ആറ്റിങ്ങലെത്തി. എവിടെ വേണമെങ്കിലും അമ്മയ്ക്ക് സഞ്ചാര മാതാവിന് എത്താൻ കഴിയും. അമ്മ വന്ന് അത് മൊത്തം പ്രശ്നം സോൾവ് ചെയ്ത് ആ കേസ് അവിടെ വെച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അപ്പോൾ ഡിവോളിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ കേസ് ഞാൻ ഇവിടുന്ന് പിൻവലിക്കാം, പക്ഷേ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതി നിങ്ങൾ പിൻവലിക്കണം. 2 ഒറ്റ കണ്ടീഷൻ അമ്മ വച്ച്. അമ്മ ആ കേസിലുണ്ടല്ലോ എനിക്കൊരു സ്റ്റെപ്പ് പോലും എന്നെ മുന്നോട്ട് പോയി ടെൻഷൻ അടിപ്പിച്ചില്ല അമ്മ. ആ കേസ് ഞാൻ പിൻവലിക്കുമെങ്കിൽ ഈ കേസ് ഇവർ പിൻവലിക്കാമെന്നുള്ള തീരുമാനമായി. ഉടനെ കേസ് അവിടെ വെച്ച് തീർന്നു. എൻ്റെ മൂത്ത മോള് +2 പഠിക്കുക. അവൾക്ക് ജില്ലാ വടംവലി മത്സരമുണ്ട്. അപ്പോൾ വടംവലി മത്സരം തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാൽ. അപ്പോൾ വലിയ ടീമിൻ്റെ കൂടെയാണ് വടം വലിക്കുന്നത്. മോള് വടം വലിച്ചു, മോളുടെ ടീം വടം വലിച്ചു. ആദ്യം അവർ ജയിച്ചു, 2ാമത് മറ്റേ ടീം ജയിച്ചു, 3ാമത് ഈ ടീം ജയിച്ചു. അപ്പോൾ 2 പോയിൻ്റ് കൂടുതലുള്ളവർ ജയിച്ചു. എൻ്റെ മോളുടെ ടീം തോറ്റു. ഞാൻ കൃപാസന മാതാവിന് പറഞ്ഞ, അമ്മ ഞാൻ മോളെയും കൊണ്ട് ഇത്ര ദൂരം വന്നതാണ്, വടംവലിക്ക് എവള് കിട്ടിയാൽ ഇവൾക്ക് 20 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും, 20 മാർക്ക്, ഒരു സഹായം ചെയ്യണോ അമ്മ എന്ന് ഞാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു ക്ലെയിം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് ഭയങ്കരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഉച്ചത്തിൽ വിളിക്കും കേട്ടോ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് പരിസരമൊന്നുമില്ല. അയ്യോ അവർ കണ്ട നാണക്കടല്ലേ, ഇവർ കണ്ട നാണക്കടല്ലേ, പ്രാർത്ഥിച്ച നാണക്കടല്ലേ. ഒരിക്കലും അമ്മയോട് നമ്മൾ സംസാരിക്കുമ്പം നമ്മളെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ അടുത്ത ആളുണ്ടോ അയൽപക്കത്തെ ആളുണ്ടോ, നമ്മളതിന് ആരെയും കയറേണ്ട ആവശ്യമില്ല. അന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഉച്ചത്തിൽ വിളിച്ച അമ്മയെ. അമ്മ പറഞ്ഞു ക്ലെയിം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ അധ്യാപകരുടെ അടുത്തോട്ട് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ ക്ലെയിം ചെയ്യുന്നു, ഈ വിധി നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ സംഭവിച്ചത് എന്താണെന്നറിയണോ? അധ്യാപകരെല്ലാം കൂടി ഒരുമിച്ച് കൂടി ആ ക്ലെയിം ചെയ്യാൻ പറഞ്ഞു. എന്താണ് പ്രശ്നമെന്ന് വെച്ചപ്പോൾ അവർ വടം വലിക്കുന്ന സമയത്ത് ഫിസിലടിച്ചത് 1 സെക്കൻഡ് മാറിയാണ് ഫിസിലടിച്ചതെന്ന് വന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, അപ്പീലിന് അധികാരിയെ വിളിച്ചു.
അവരെ വിളിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നാളെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ലാസ്റ്റിൽ തീരുമാനം വന്നു. ഒന്നുകൂടി ആ തോറ്റ ടീമിനെ വെച്ചിട്ട് ഒന്നുകൂടി വടം വലിക്കണമെന്ന് പറഞ്ഞു എന്ന് വന്നു. ലാസ്റ്റിൽ ഉടനെ തന്നെ ഫീസിലടിച്ചു, വടം വലിച്ചു. എൻ്റെ മോള് സ്റ്റേറ്റ് ചാമ്പ്യനായി. സംഭവിച്ചെന്താണെന്നറിയില്ലേ, മകളുടെ സൈഡിൽ അമ്മ വന്ന് നിന്ന് സിമ്പിളായിട്ട് ആ വടത്തിൽ തൊടുന്ന ഞാൻ കണ്ടതാ. ഉടമ്പടി കൃത്യമായി പാലിക്കുന്ന ഞാൻ കണ്ടതാ എൻ്റെ അമ്മ വന്ന് എൻ്റെ ആ വടം വലിച്ച് സഹായിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമോ, വിശ്വാസം ഉണ്ടാവോ ഇല്ലെന്നല്ല, അവിടെ ഞാൻ ഇതുവരെയുള്ള എൻ്റെ സാക്ഷ്യങ്ങൾ എല്ലാം തോറ്റ് തുന്നം പാടിയ സ്ഥലത്ത് വിജയിപ്പിച്ച് കാണിച്ചത് അമ്മ. അതിന് ഞാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്താണെന്നല്ലേ, കൃത്യമായി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മുടങ്ങാതെ ചെയ്യും. അച്ഛൻ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഫുഡ് വീട്ടിൽ പൊതിച്ചോറുണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കും. ഒരു ദിവസം ഇത്തിരി സാമ്പത്തികമായി ഇച്ചിരി വരെ അല്പം കുറവായിരുന്നു. മീൻ പൊരിച്ചാണ് അതിനകത്ത് വയ്ക്കണത്. പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുമ്പോൾ സാധാരണക്കാർക്ക് മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ. അന്ന് ഉണക്ക മീനാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ ഉണക്കമീനിനെ കരുവാടെന്ന് പറയും. ഇത് വച്ചിട്ട് നമ്മൾ പൊതിച്ചോറുണ്ടായിക്കൊണ്ട് കൊടുത്തു. ബസ് സ്റ്റാൻഡുകൾ തോറും, മെഡിക്കൽ കോളേജ്, തമ്പാനൂർ, വെഞ്ഞാറമൂട്, അതുപോലെ കാരേറ്റ്, കിളിമാനൂർ, ഇത്രയും ഭാഗത്ത് പോയി പ്രേക്ഷിത വേല, നമ്മളെടുക്കുന്ന ഉടമ്പടി നമുക്ക് വർക്കൗട്ട് ആവണമെങ്കിൽ നമ്മൾ ആ പ്രേക്ഷിത വേല കൃത്യമായി ചെയ്യണം. അങ്ങനെ പ്രേക്ഷിത വേലയും ചെയ്ത് കൃത്യമായി നമ്മളത് പാലിക്കുന്നത് കൊണ്ട് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം ഇന്നോളം ഉണ്ടായി. ഇനി ഗംഭീരമായ സാക്ഷ്യങ്ങൾ എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം മാതാവ് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തീയ ഉടമ്പടിയായിട്ട് എന്നെ ഇന്ന് വന്നത്. എന്തായാലും എന്നെ കൃപാസന മാതാവിൻ്റെ അൾത്താരയിലേക്ക് സാക്ഷ്യം പറയാൻ ക്ഷണിച്ച അമ്മയ്ക്ക് കോടാനുകോടി പ്രണാമം അർപ്പിക്കുന്നു. അമ്മയുടെ മകനായി ഈ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം, ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ പറഞ്ഞതാണ്, മരണം വരെയും ഞാൻ ഇതിനോടൊപ്പം നിന്ന്, അമ്മയോടൊപ്പം നിന്ന് പ്രേക്ഷിത വേല ചെയ്ത് അമ്മയുടെ മകനായി, നല്ല മകനായി പ്രവർത്തിക്കാനും അമ്മയെ സ്നേഹിച്ച് ജീവിക്കാനും പ്രേക്ഷിത വേല ചെയ്ത് ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഉള്ള രീതിയിൽ അത് വെച്ചിട്ട് തന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചു വാങ്ങിച്ചു. സൈത്ത് പുരട്ടാനുള്ള സൈത്തും ചോദിച്ചു വാങ്ങിച്ചു. ആ ലോക്കറ്റും വെഞ്ചരിച്ച പ്രത്യേക ലോക്കറ്റും വാങ്ങിച്ചു. അത് പിന്നെ ഞാൻ ഉദരത്തിൽ ആ വസ്ത്രത്തിൽ ഞാൻ എപ്പോഴും തൂക്കിയിട്ടിരുന്നു. പിന്നെ ഞാൻ യേശുസ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. കൃപാസനത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിനും പിതാവായ ദൈവത്തിന് മഹത്വം നൽകാൻ എന്നെ ഇവിടെ നിർത്തിയ സർവശക്തനായ ദൈവത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഡോക്ടർ ഹെന്ന ജോയ്. ഞാൻ തൃശ്ശൂർ ഒല്ലൂക്കര സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ മംഗലാപുരത്ത് ഇപ്പോൾ ആണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ അമ്മയും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ പപ്പ, എൻ്റെ അമ്മ, പിന്നെ എൻ്റെ വാവ. 2023 കഴിഞ്ഞ വർഷം 2023 ഫെബ്രുവരിയിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ജനറൽ മെഡിസിൻ അവിടെ ഡോക്ടറായി വർക്ക് ചെയ്തതിനാൽ ഞാൻ അവിടെ മംഗലാപുരത്തേക്ക് ഞാൻ വർക്ക് ചെയ്യാൻ പോയി. വിവാഹശേഷം 6 മാസത്തിന് ശേഷം ഞാൻ കൺസീവ് ആയത് കറക്റ്റ് അത് തന്നെയാണ് ഒരു അത്ഭുതം. കാരണം അത് കൺസീവ് ആയത് അറിഞ്ഞത് സെപ്റ്റംബർ 8-ാം തീയതി ആയിരുന്നു, മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാവ മാതാവ് തന്നെ ഈശോയിൽ നിന്ന് വാങ്ങി തന്ന ഗിഫ്റ്റാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. കാരണം 2018 മുതലേ തന്നെ എൻ്റെ പപ്പയും മമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ഓൾറെഡി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് വാങ്ങി തന്നിരുന്നു, തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു ഇത് മാതാവ് തന്ന ഗിഫ്റ്റാണെന്ന്. പക്ഷേ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ പപ്പയും അമ്മയും ഇവിടെ ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് മംഗലാപുരത്ത് തന്നു വിട്ടായിരുന്നു. അതുകൊണ്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും നെറ്റിയിലും എൻ്റെ ഉദരത്തിലും പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പ്രതീക്ഷീന പ്രാർത്ഥനയും വിശ്വാസപ്രമാണം എല്ലാ ദിവസവും എത്തിച്ചായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തേനും ഉപ്പും സേവിച്ച് ഭക്ഷിച്ചിട്ടാണ് ഞാൻ ഇത് കൺസീവ് ആയത്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഗിഫ്റ്റാണ്. മാതാവിൻ്റെ അത് ഞാൻ തുടർന്ന് പോവുകയും ചെയ്തു. പക്ഷേ അതുവരെ ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ സ്കാനിങ്ങിന് ചെയ്തു. ആദ്യത്തെ സ്കാൻ ചെയ്തു, നോർമലായി. എല്ലാ സ്കാനിങ്ങിനും പോകുമ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ്, അമ്മയുടെ ഉടമ്പടി ലോക്കറ്റ് കയ്യിൽ പിടിച്ച് വിശ്വാസപ്രമാണം എത്തിച്ചാണ് പോയിരുന്നത്. 3-ാം മാസം സ്കാനിങ്ങിൽ പക്ഷേ NT സ്കാൻ, നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയവർക്ക് അറിയാം, NT സ്കാൻ വെരി ഇമ്പോർട്ടൻറ്റ് സ്കാനാണ്. അതിൽ സിസ്റ്റിക് ഹൈഗ്രോമ എന്നുള്ള അബ്നോമാലിറ്റിയാണ് പറഞ്ഞത്. സിസ്റ്റിക് ഹൈഗ്രോമ എന്ന് പറയുന്നത് വേറെ പല അബ്നോമാലിറ്റി ആവാം, അതിൻ്റെ തുടക്കം മാത്രമാണ് ഈ സിസ്റ്റിക് ഹൈഗ്രോമ. അപ്പോൾ സാധാരണഗതിക്ക് ചിലപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് പറയും, അല്ലെങ്കിൽ ഡോക്ടർ പറയുക, സാധാരണഗതിക്ക് ഡോക്ടേഴ്സ് പറയുക, നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാം അറിയാലോ,
ഏറ്റവും നല്ലത് ഇത് അബോർട്ട് ചെയ്ത് കളയുകയാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്, ഒഴിവാക്കി കളയണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനും എൻ്റെ ഹസ്ബൻഡും എന്ത് രീതിയിലായിക്കൊള്ളട്ടെ, മാതാവ് കൂടെ ഉള്ളതിനാൽ ഈ കൊച്ചിനൊന്നും സംഭവിക്കില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആ രീതിയിൽ തന്നെ ഈ ദൈവത്തിൻ്റെ കരുത്തിൽ നിന്ന് ഈ കൊച്ചിനെ സ്വീകരിക്കാൻ ഞങ്ങൾ പൂർണ്ണമായി തയ്യാറായിരുന്നു. എങ്കിലും ഇത് നോർമലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ NIPT ടെസ്റ്റ്, ആദ്യത്തെ ടെസ്റ്റ് NIPT, അതായത് എൻ്റെ ബ്ലഡ് എടുത്തിട്ട് വാവയ്ക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ നോക്കണ ടെസ്റ്റ് ചെയ്തു. അത് ചെയ്തപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു, മംഗലാപുരത്ത് തന്നെയായ കാരണം ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റാണ് ഞാൻ ഇട്ടത്. അതിന് റിസൾട്ട് വന്ന ശേഷം അത് നോർമലായി. അപ്പോൾ ദൈവത്തിന് നന്ദിയും അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനത് ആശ്വസിച്ചു. പക്ഷേ പിന്നീടുള്ള സ്കാനിൽ ഇത് പെർസിസ്റ്റ് ചെയ്യണ കാരണം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഫർദർ ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. ഇതോടുകൂടെ എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. കാരണം മംഗലാപുരത്ത് ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആയ കാരണം എനിക്ക് സർജറീസും ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അതിനൊരുള്ളൊരു മനസാന്നിധ്യം എനിക്ക് ഉണ്ടായെന്ന് തോന്നിയില്ല. മാത്രമല്ല ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള കുറച്ച് ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ പപ്പയും അമ്മയാണ് ഉടമ്പടി എടുത്തിരുന്നത്, ഞാനിതൊരു ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ലീവ് എടുത്ത്, ലോസ് ഓഫ് പേ ലീവ് എടുത്തിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നിരുന്നത്. ഇങ്ങോട്ട് വന്ന് ഇവിടെ ഡിസംബർ 1 2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കോളേജിൽ, ഞാൻ പഠിച്ച കോളേജിൽ, ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ, അപ്പോൾ എൻ്റെ മാഡത്തിന് തന്നെ ഞാൻ കാണിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു ഇത് സ്കാനിങ്ങിൽ ഇത് പെർസിസ്റ്റ് ചെയ്യണ കാരണം എന്തായാലും നിങ്ങൾ ഫർദർ ടെസ്റ്റിംഗ് ചെയ്യണം. എനിക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇൻവേസീവ് ടെസ്റ്റ് ചെയ്യാൻ. പക്ഷേ എനിക്ക് അറിയാവുന്ന മാഡമായി കാരണം മാഡം പറഞ്ഞതിന് സ്ഥിതിക്ക് എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ, അതായത് മാഡം പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ CVS ടെസ്റ്റ് ചെയ്തു, അതായത് വാവയുടെ പ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി എടുത്തിട്ടുള്ള പരിശോധന ചെയ്തു. ആ ടെസ്റ്റ് ചെയ്തപ്പോൾ പക്ഷേ കൺജനൈറ്റൽ മയോപ്പത്തി എന്ന് പറഞ്ഞ അസുഖം എൻ്റെ കൊച്ചിന് വരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മയോപ്പത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാവയുടെ മാംസപേശിത്തിന് തളർച്ച സംഭവിച്ച്, അതായത് ശ്വാസം വലിക്കാൻ തന്നെ ബുദ്ധിമുട്ട് വന്നേക്കാം. അതുമാത്രമല്ല ഈ അസുഖം ഒന്നിലും ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ വരാം, ജനിക്കുമ്പോൾ വരാം, 1 വയസ്സാകുമ്പോൾ 2 വയസ്സാകുമ്പോൾ 60 വയസ്സ് വരെ ഇത് വരാവുന്നൊരു അസുഖമാണ്. അപ്പോൾ ജീവിതകാലം മൊത്തം പേടിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അബോർട്ട് ചെയ്ത് കളയുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഞാനും ഹസ്ബൻഡും എന്തൊക്കെ പറഞ്ഞാലും മാതാവിൽ ഉറച്ചു വിശ്വസിച്ചു, തിരുക്കുമാലിൽ ഉറച്ചു വിശ്വസിച്ച് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. തുടർച്ചയുള്ള സ്കാനിൽ അപ്പം ഈ റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനും കൂടി വന്നിരുന്നു. അപ്പോൾ സാധാരണഗതിക്ക് അച്ഛന് ഇങ്ങനെ പ്രഗ്നൻറ്റ് ലേഡീസിന് ഞാൻ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, തലയിൽ കൈത്തോട്ട് പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വയറ്റിൽ പറ്റാൻ വേണ്ടി സൈത്ത് തരും, അച്ഛൻ പ്രത്യേകിച്ച് വെഞ്ചരിച്ച ഒരു ലോക്കറ്റും തരുമെന്ന് ഞാൻ കേട്ടായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ കാര്യത്തിൽ അച്ഛൻ ഇത് വെറുതെ തലയിൽ കൈത്തോട്ട് പ്രാർത്ഥിച്ചുള്ളൂ, സൈത്തും തന്നില്ല, എനിക്ക് കാശ് രൂപം തന്നില്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അച്ഛൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഇത് അറിഞ്ഞോ അറിയാതെയോ ഇത് വാവ സുഖപ്പെടും അല്ലെങ്കിൽ ഇവിടെ വന്ന് സാക്ഷി വരുന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് വളരെ വിഷമമായി. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു തോന്നിക്കലാണ്, നമ്മുടെ അപ്പയുടെ അമ്മയുടെ അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് എന്തും നമ്മൾ ചോദിക്കും എന്നുള്ള രീതിയിൽ അത് വെച്ചിട്ട് തന്നെ ഞാൻ അച്ഛനോട് ഞാൻ ചോദിച്ചു വാങ്ങിച്ചു, സൈത്ത് പുരട്ടാനുള്ള സൈത്തും ചോദിച്ചു വാങ്ങിച്ചു, ആ ലോക്കറ്റും വെഞ്ചരിച്ച പ്രത്യേക ലോക്കറ്റും വാങ്ങിച്ചു. അത് പിന്നെ ഞാൻ ഉദരത്തിൽ വസ്ത്രത്തിൽ ഞാൻ എപ്പോഴും തൂക്കിയിട്ടിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി വിഷമത്തോട് പറഞ്ഞു, മാതാവേ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ, ഇത് ഒന്നും എന്നെ സുഖപ്പെടുത്തും, അതായത് വാവയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ നെക്സ്റ്റ് സെക്കൻഡിൽ ആ തോട്ട് വന്നത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ വെറും ഒരു ഇടനിലക്കാർ മാത്രമാണ്, എല്ലാം ചെയ്യുന്ന മാതാവ് തന്നെയാണ്. അപ്പോൾ ആ മാതാവിൽ തന്നെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ തിരിച്ചു പോയി. ഓരോ സ്കാനിങ്ങിലും അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മാസം സ്കാനിങ് ഉണ്ടായിരുന്നു. ഓരോ സ്കാനിങ്ങിലും ഞാൻ ഉടമ്പടി ലോക്കറ്റും ഉടമ്പടി തൈലും പരട്ടി വിശ്വാസപ്രമാണം പ്രതീക്ഷൻ പ്രാർത്ഥന എത്തിച്ചിട്ട് തന്നെയാണ് പോയത്. ഓരോ സ്കാനിങ്ങിലും അത് അബ്നോർമാലിറ്റി കൂടാന്നല്ലാതെ അത് പെർസിസ്റ്റൻ്റ് ആയി വന്നു, പിന്നെ അത് കുറഞ്ഞു വന്നു. എല്ലാ പ്രാവശ്യവും എല്ലാ ഇതും നല്ല രീതിയിൽ അനക്കം, സാധാരണഗതിക്ക് 5 മാസത്തിലാണ് അനക്കം ഫീൽ ചെയ്യുക. എനിക്ക് 4-ാം മാസം മുതൽ തന്നെ നല്ല അനക്കം ഫീൽ ചെയ്തു. മാത്രമല്ല എനിക്ക് വേദനിക്കുന്ന രീതിയിലാണ് കൊച്ചിൻ്റെ ചവിട്ട് ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും അനുഗ്രഹത്താൽ നൽകി അങ്ങനെ അവസാനം മെയ് 7 എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ വാവ. ഇവളെ ഞാൻ ഹേസിൽ എന്ന് പേരിട്ടു. ഹേസിൽ ദൈവം കണ്ടിരിക്കുന്നു, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കണ്ടിരിക്കുന്നു, ദൈവം ഞങ്ങളെ കണ്ടിരിക്കുന്നു, ഞങ്ങളുടെ ദുഃഖങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള മീനിങ് ഉള്ള ഹേസിൽ എന്ന അർത്ഥമുള്ള പേരാണ് ഇട്ടത്. അങ്ങനെ ശാസ്ത്രത്തിനും എല്ലാ ശാസ്ത്രത്തെക്കാളും അതീതമായി അതിശയിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയും കരുണയും സ്നേഹവും ഞങ്ങളിൽ ഒഴുക്കുന്നതും എന്നിലും എൻ്റെ കൊച്ചിലും ഒഴുക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കൊച്ചിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഒന്നും വരില്ലെന്നും ഇന്നും വരില്ല, നാളെയും വരില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സാക്ഷ്യം. ഇതിന് പുറമെ
ഇതിന് പുറമെ എൻ്റെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കസിൻ സിസ്റ്റർ ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അവൾക്ക് PCOD ഉണ്ടായിരുന്നു, പീരിയഡ്സ് ഒക്കെ ഇറഗുലർ ആയിരുന്നു. അവളും അവളുടെ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കറക്റ്റ് 6 വീക്സ് കഴിഞ്ഞപ്പോൾ അവൾ 6 വീക്സ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അവളിപ്പോൾ 8 മന്ത്സ് പ്രഗ്നൻ്റ് ആണ്. അടുത്ത മാസമാണ് അവളുടെ ഡ്യൂ ഡേറ്റ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. മാത്രമല്ല എൻ്റെ മൂന്നാമതായി പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട് എൻ്റെ സെയിം പ്രായത്തിലുള്ള ഫ്രണ്ടായിരുന്നു. ആളുടെയും കല്യാണം കുറേ നാളായി നോക്കിയിട്ട് ഒന്നും വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൾക്ക് ചേർന്നതിനെ നൽകി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തന്നെ അവൾക്ക് നല്ല ചേർന്നതിനെ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ ഉണ്ടായ സാക്ഷ്യങ്ങൾ ഈ മൂന്ന് തന്നെയാണ് മെയിനായിട്ടുള്ള സാക്ഷ്യങ്ങൾ. ഇതിന് പുറമെ അപ്പോൾ ഉടമ്പടി തുടങ്ങിയത് ഡിസംബർ 1 മുതലാണ് തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതലേ തന്നെ ഞങ്ങൾ ഓൾറെഡി 2018 മുതൽ അമ്മ ആദ്യം വന്നെടുത്തായിരുന്നു, പിന്നെ അപ്പ വന്നെടുത്തായിരുന്നു. ഓൾറെഡി ഉടമ്പടിയിൽ ഞങ്ങൾ ജീവിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി ആ ഒരു ക്രമേണ ആ ഒരു കാരുണ്യപ്രവൃത്തി ആയാലും ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തായിരുന്നു. അതിൻ്റെ 2018 ആദ്യം അമ്മ അവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഉണ്ടായ അനുഭവങ്ങൾ, ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ കുറച്ച് അത്ഭുതങ്ങൾ ഞാൻ ജസ്റ്റ് പറയാം. അതിൽ 2019 MBBS കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അമ്മ ആദ്യം ഉടമ്പടി എടുത്തത്. എൻ്റെ MBBS കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതുള്ളത് MD ആണ്, സ്പെഷ്യാലിറ്റി എക്സാമാണ്. അതിന് NEET PG എന്നുള്ള എക്സാമാണ് എഴുതുന്നത്. വളരെ വലിയ എക്സാമാണ്, ടഫാണ്, ഒത്തിരി സിലബസ് ഉണ്ട്, ടോപ്പിക്സ്, ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ട്, ഒത്തിരി ആൾക്കാർ വന്ന് എഴുതാണ്. നമ്മുടെ മെറിറ്റിൽ കൊണ്ട് എന്തായാലും ഒന്നും കിട്ടില്ല എന്നറിയായിരുന്നു. മാത്രമല്ല അപ്പോൾ ഞാൻ മാതാവിന് ലോക്കറ്റ് ഇതിൽ പ്രത്യേകിച്ച് കൊണ്ടുപോയി എക്സാമിന്. അപ്പോൾ NEET PG എന്ന് പറയുന്നത് നാഷണൽ ലെവൽ എക്സാം ആയ കാരണം ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ്. ലോക്കറ്റ് പാടില്ല, പെൻഡൻറ്റ് പാടില്ല, ഓർണമെൻറ്റ്സ് പാടില്ല, ഒന്നുമേ തന്നെ പാടില്ല. ബോഡി ഫ്രിസ്കിങ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാതിരിക്കാൻ ഞാൻ ഉള്ളിൽ തുന്നി കൂട്ടിയിട്ട് മെറ്റലൊക്കെ ഡിറ്റക്ട് ചെയ്യണ കാരണം ഉള്ളിൽ തുന്നി വെച്ചിട്ടാണ് പോയത്. അങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് നല്ല റാങ്കോടുകൂടെ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ MBBS പഠിച്ച കോളേജിൽ തന്നെ എനിക്ക് നല്ല സീറ്റ്, അതായത് OBGക്ക് സീറ്റ്, MD സീറ്റ് നൽകി അനുഗ്രഹിച്ചു. ഇത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കഴിഞ്ഞ് 2020 എൻ്റെ അനിയന് ഇതുപോലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനും അമ്മയുടെ ലോക്കറ്റാണ് കൊണ്ടുപോയത്, അമ്മയുടെ ഉടമ്പടി ലോക്കറ്റാണ് കൊണ്ടുപോയത്. എക്സാമിന് ഇതുപോലെ തന്നെ വസ്ത്രത്തിൽ വെച്ചിട്ട് പോയി. അവൻ നല്ല റാങ്ക് കിട്ടുകയും നല്ല രീതിയിൽ എറണാകുളത്ത് നല്ല പ്രശസ്ത കോളേജിൽ നല്ല സീറ്റ് കിട്ടുകയും നല്ല സ്കോളർഷിപ്പോടുകൂടി അവൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ 2020 കോവിഡ് സമയത്ത് എൻ്റെ പപ്പ ദുബായിലെ ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. കോവിഡ് സമയത്ത് ഇതുപോലെ ജോലിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിൻ്റെ ഫലമായി അപ്പയ്ക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും ദുബായിൽ ഇരുന്ന ജോലി ഇവിടുന്ന് വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിലും നല്ല ശമ്പളത്തിലും ചെയ്യുകയും അങ്ങനെ പപ്പയ്ക്ക് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പ്ലസ് അന്ന് നല്ല രീതിയിൽ ശമ്പളവും നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു. പിന്നെ 2023 എൻ്റെ ഈ പറഞ്ഞ MD സീറ്റ് എക്സാം, MD സീറ്റ് കിട്ടി. MDക്ക് 3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് ഉള്ള വലിയ എക്സാമാണ് യൂണിവേഴ്സിറ്റി എക്സാം. അപ്പോൾ എഗെയിൻ ഈ 3 വർഷം പഠിച്ചതിൻ്റെ ആകെ തൂക്കമുള്ളൊരു എക്സാമാണ് MD യൂണിവേഴ്സിറ്റി എക്സാം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള എക്സാമാണ്, ഒത്തിരി ഉണ്ട് പഠിക്കാൻ. എനിക്കാണെങ്കിൽ ആ ദിവസങ്ങളിൽ സംഭവം 3 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിലും ആ 3 ദിവസം പഠിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 4 പേപ്പർ ഉണ്ട്, തിയറി പേപ്പർ ഉണ്ട്, അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. പക്ഷേ ഇതുപോലെ മാതാവ് മാത്രമായിരുന്നു എൻ്റെ ശരണം. മാതാവ് ഉള്ള കാരണം തന്നെയാണ് ഞാൻ പാസ്സാവുന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ടാണ് തിയറി എക്സാമും പ്രാക്ടിക്കൽ എക്സാമിന് അപ്പിയർ ചെയ്തത്. എന്തിനു പറയുന്നു, റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോട് കൂടെ പാസ്സാവും മാത്രമല്ല 8-ാം തീയതി മാതാവിൻ്റെ 8 എന്നുള്ള രീതിയിൽ 8ാമത്തെ റാങ്ക് നൽകി, യൂണിവേഴ്സിറ്റി 8th റാങ്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതും ഒരു വലിയൊരു അത്ഭുതമാണ്. കാരണം മാതാവിൻ്റെ പ്രസൻസിലാണ് ഈ അത്ഭുതം നടന്നതെന്നുള്ളത് സൂചിപ്പിക്കാനായി 8th റാങ്ക് എന്നുള്ള രീതിയിൽ തന്നെ എനിക്കത് ലഭിച്ചു. പിന്നത്തുള്ള എൻ്റെ ഏറ്റവും വലിയ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ വിവാഹമാണ്. വിവാഹം ഞാൻ MBBS കഴിഞ്ഞപ്പോൾ മുതലേ തന്നെ ആലോചിച്ച് തുടങ്ങി, ചെറിയ രീതിയിൽ ആലോചിച്ച് തുടങ്ങിയിരുന്നു. MD കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ശക്തീകരിച്ചു. മാതാവിൻ്റെ കൈ മുറുക്കെ പിടിച്ച് തന്നെയാണ് ഞങ്ങൾ ഇത് കല്യാണാലോചന നോക്കിയിരുന്നത്. കാരണം നല്ല ദൈവഭക്തിയുള്ള കുടുംബത്തിൽ നിന്ന് തന്നെ കെട്ടാനായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. അതുപോലെ തന്നെ നല്ല ദൈവഭക്തിയുള്ള കുടുംബത്തിൽ നിന്ന് നല്ല ദൈവഭക്തിയുള്ള ഭർത്താവിന്, നല്ല ഡോക്ടറായ ഭർത്താവിനെ നൽകി അനുഗ്രഹിച്ചു. എൻ്റെ വിവാഹം കഴിഞ്ഞ വർഷം ഫെബ്രുവരി 2023 എനിക്ക് ഇത്രയും നല്ലൊരു അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായ അത്ഭുതം, ഹസ്ബൻഡ് ഓൾറെഡി MD എക്സാം കഴിഞ്ഞ് ജനറൽ മെഡിസിൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മോളിക്കുള്ള ലെവലാണ് NEET സൂപ്പർ സ്പെഷ്യാലിറ്റി എക്സാം. ജനറൽ മെഡിസിൻ എടുത്ത് അതിന് സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സാം NEET SS എക്സാമാണ്.
അപ്പോൾ അതും ഇതുപോലെ ഇതിനെക്കാട്ടും ടഫായിട്ടുള്ള എക്സാമാണ്, ഇതിനെക്കാട്ടും ടഫായ കോമ്പറ്റീഷനാണ്, സെക്യൂരിറ്റി ഉള്ള എക്സാമാണ്, ബോഡി ഫ്രിസ്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇത് പേടിയായിരുന്നു ഈ ലോക്കറ്റ് കൊണ്ടുപോകാൻ, എങ്ങാനും ഇത് തപ്പി പിടിച്ച് കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈഡ് ആവും. അപ്പോൾ ആളുടെ അടിവസ്ത്രത്തിൽ ഞാൻ ഉള്ളിൽ വേറൊരു എക്സ്ട്രാ തുണി പിടിച്ചിട്ട് അത് തുന്നി കൊടുത്തിട്ടാണ് ആൾ എക്സാമിന് പോയത്. അങ്ങനെ എക്സാമിന് പോയിട്ട് റാങ്ക് വന്നപ്പോൾ ആൾ ഉദ്ദേശിച്ച റാങ്ക് കിട്ടിയില്ല. ആൾക്ക് തീരെ പഠിക്കാനും പറ്റിയിരുന്നില്ല, കാരണം മൊത്തം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ എക്സാം എഴുതിയിരുന്നത്. അപ്പോൾ അത് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. റാങ്ക് വന്നപ്പോഴും വലിയ പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ എന്തിനു പറയേണ്ടു, എറണാകുളത്തെ പ്രശസ്ത കോളേജിൽ ഗ്യാസ്ട്രോഎൻട്രോളജിക്ക് സീറ്റ് നൽകി അനുഗ്രഹിച്ചു. ഇതൊന്നും ഞങ്ങളുടെ മെറിറ്റാലല്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രേസ്. ഈ ഓരോ എക്സാമിനും ഓരോ ഇതിനും മാതാവിനെയും ഈശോയിനെയും മുറുക്ക് പിടിച്ചിട്ടാണ് പോയിക്കണത്. ഇത് ഞങ്ങളുടെ കഴിവാലല്ല, ഇത് മാതാവിൻ്റെ കൃപയാലാണ്, മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ കൃപയാലാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെയാണ്. പിന്നെ വേറെ എൻ്റെ DNP എക്സാമിന് ഇതുപോലെ തന്നെ ഞാൻ പാസ്സായത് മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ടാണ്. അതിന് ഉടമ്പടി എടുത്തത് ഞങ്ങൾ പറഞ്ഞല്ലോ, 2018 മുതൽ ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നു ജീവിച്ചിരുന്നത്. ഉടമ്പടി അമ്മയും അപ്പയും പുതുക്കി ഞാൻ എടുത്തില്ലെങ്കിലും അവരുടെ കൂടെ പ്രതീക്ഷൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും എത്തിച്ചിരുന്നു. പറ്റാവുന്ന മാക്സിമം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ നോക്കിയിരുന്നു. പ്രതീക്ഷൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലിയിരുന്നു. കാരുണ്യപ്രവൃത്തികളും ഇതുപോലെ മുമ്പ് പപ്പ ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, മീൻസ് അറിയാമെങ്കിലും ഞങ്ങളങ്ങനെ ചെയ്തിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് കാരുണ്യത്തോടു കൂടെ ബാക്കിയുള്ളവരെ നോക്കാനും ആവശ്യക്കാർക്ക് അങ്ങനെ തിരസ്കരിക്കാതെ കൂടുതൽ ചെയ്യാനുള്ള അനുഗ്രഹം ലഭിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയും ഇതുപോലെ പൊതിച്ചോറ് ഞാൻ തൃശ്ശൂർ റൗണ്ട് അവിടെയൊക്കെ പോയി ഞാൻ പൊതിച്ചോറ് നൽകുമായിരുന്നു. രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമല്ല അവർക്ക് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന അച്ചടിച്ച് ഞങ്ങൾ കൊടുത്തായിരുന്നു. പിന്നെ കൃപാസന പത്രം ഇവിടുന്ന് വാങ്ങിച്ചതൊക്കെ ഞാൻ KSRTC സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അതങ്ങനെ കൊടുക്കാൻ ഇവിടെ പലരും മടിയുണ്ടെന്ന് പറഞ്ഞതിൽ എനിക്ക് അങ്ങനെ ഒരു മടി തോന്നിയിരുന്നില്ല. മാതാവിനെ മഹത്വപ്പെടുത്താനും തിരുക്കുമാരനെ മഹത്വപ്പെടുത്താനും അത് സാക്ഷി പ്രവൃത്തിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. അതിൽ പ്രത്യേകം പറയേണ്ട കാര്യം, ഞാൻ എല്ലാ മാസവും എനിക്ക് ഏൺ ചെയ്തപ്പോൾ മുതലേ തന്നെ, അതായത് PG കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറിയപ്പോൾ മുതൽ ഞാൻ ദശാംശം മാറ്റി വയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിസംബർ 1 ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ലോസ് ഓഫ് പേയിലാണ് വന്നത്. കാരണം 7ാം മാസം മുതലാണ് നമുക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വന്നത് ഏകദേശം 3ാം മാസം അവസാനമായപ്പോഴാണ്. ഞാൻ വിചാരിച്ചു, മാതാവേ 3 മാസം സാലറി ഉണ്ടാവില്ല, ദശാംശം മാറ്റി വയ്ക്കാൻ എനിക്ക് ഒന്നുമില്ല, മറ്റ് കാരണത്താലും പല രീതിയിലും എനിക്ക് ദശാംശം മാറ്റി വയ്ക്കുന്ന രീതിയിൽ 3 മാസം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മെറ്റേണിറ്റി ലീവിനുള്ള സാലറി കിട്ടി. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 കോടാനുകോടി നന്ദി പറയുന്നു. ഇതുകൂടാതെ ചെറുതും വലുതുമായ പല അനുഗ്രഹങ്ങളും അമ്മ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുണ്ട്. അത് ഓരോ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോഴും ആദ്യം ഒന്ന് പകച്ചാലും അമ്മ മാതാവും ഈശോയും ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ കൈപിടിച്ച് നടത്തുന്ന അനുഭവമാണ് ഉണ്ടായിക്കണേ. അത് മാതാവ് വെളിപ്പെടുത്തുകയും ചെയ്തു. ബാക്കിയുള്ളവർക്ക് അത് പറയുമ്പോൾ അത് പ്രത്യേകിച്ചായിട്ട് ഒന്നും തോന്നിയില്ലെങ്കിലും അത് ഞങ്ങൾക്കൊരു ഉറച്ച ബോധ്യമുണ്ട്, അത് മാതാവ് നയിക്കുന്നതാണെന്നും. അത് മാത്രമല്ല, ഇതുവരെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ്, എനിക്ക് എൻ്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി പറയുകയും ചെയ്യും. ഞാൻ ഇനി ജോലിക്ക് കയറുമ്പോൾ ഞാൻ കാണാൻ പോകുന്ന ഓരോ രോഗികളിലൂടെയും ഞാൻ അമ്മ മാതാവിനും തിരുക്കും